വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം കഴിഞ്ഞു. പുത്തൻ പ്രതീക്ഷകളുമായി ജനപ്രതിനിധികൾ സ്ഥാനമേറ്റെടുക്കുകയും ചെയ്തു. ഈ ആഹ്ലാദ ആരവങ്ങൾക്കിടയിലും വേറിട്ട് നിൽക്കുന്ന അഭിമാന നിമിഷമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടായത്. ചരിത്രത്തിലാദ്യമായി ചോലനായ്ക്കർ വിഭാഗത്തിൽ നിന്നും ഒരു ജനപ്രതിനിധി ഉയർന്നു വന്നിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധിയായ സി സുധീഷ് എന്ന ചെറുപ്പക്കാരൻ. പ്രാകൃത ഗോത്രവർഗത്തിൽ നിന്നും സുധീഷിനെ പോലൊരാളെ കണ്ടെത്തി വളർത്തിയെടുത്തതിൽ ഇടതുപക്ഷത്തിനും അഭിമാനിക്കാനേറെയുണ്ട്. അടിസ്ഥാന ജനവിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തി മുഖ്യധാരയിൽ എത്തിച്ചാൽ മാത്രമേ ഗ്രാമസ്വരാജ് യാഥാർത്ഥ്യമാവുകയുള്ളൂ. പൊതുസമൂഹത്തിന്റെ പ്രയാണ വഴികളിൽ നിന്ന് എല്ലാം അകന്ന് അജ്ഞതയുടെ ഇരുളിൽ കഴിയുന്നവരെയും പുറം ലോകത്തേക്ക് എത്തിച്ചാൽ മാത്രമേ ജനാധിപത്യ പ്രക്രിയ പൂർണ്ണ അർത്ഥത്തിൽ ആവുകയുള്ളൂ. കേരളമൊട്ടാകെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വേറിട്ടു നിന്നത് അതുകൊണ്ട് തന്നെയാണ്. സി സുധീഷ് എന്ന 21-കാരൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ വേറിട്ട നിമിഷമാണ്. ഏഷ്യയിലെ തന്നെ അപൂർവ ആദിവാസി ഗോത്രവർഗമായ ചോലനായ്ക്കർ വിഭാഗത്തിൽ നിന്നും പൊതു തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുന്ന ആദ്യത്തെ ജനപ്രതിനിധിയാണ് സുധീഷ്. ഇതര ആദിവാസി വിഭാഗത്തിൽ നിന്നും വ്യത്യസ്തമായി പൊതുസമൂഹത്തിൽ നിന്ന് അകന്ന് ഉൾവനത്തിലെ അളകൾ അഥവാ ഗുഹകൾ കേന്ദ്രീകരിച്ച് കഴിയുന്നവരാണ് ചോലനായ്ക്കർ. സുധീഷിന്റെ പൂർവികരും താമസിച്ചിരുന്നത് അത്തരം അളകളിലായിരുന്നു. ഈ വിധത്തിൽ നാട്ടിൽ നടക്കുന്നതൊന്നും അറിയാതെ വനാന്തർഭാഗത്ത് മാത്രം ജീവിച്ചിരുന്നവരെ പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിൽ പുരോഗമന വീക്ഷണമുള്ള സർക്കാരുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. LDF സർക്കാരിന്റെ കാലത്താണ് ഗോത്രവർഗ ജനതയെ പുനരധിവസിപ്പിക്കാൻ താമസ സൌകര്യത്തോടെ അവർക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ആസൂത്രിത പദ്ധതികൾ നടപ്പിലാക്കിയത്. ഒട്ടേറെ പരിമിതികൾ പിന്നിട്ടിട്ടും പടിപടിയായി ആ നീക്കം വിജയത്തിൽ എത്തുകയാണ്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് സുധീഷ്. ട്രൈബൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച സുധീഷ് +2 പാസ്സായ ശേഷം തന്നെ പോലെ പിന്നോക്കം നിൽക്കുന്നവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തന നിരതനാവുകയും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുധീഷിന് റെക്കോർഡ് വിജയമാണ് ഉണ്ടായത്. വഴിക്കടവ് ഉൾവനത്തിലെ അളക്കൽ കോളനിയിൽ നിന്നും 15 കിലോമീറ്ററോളം ദുർഘട കാട്ടുവഴികൾ താണ്ടിയാണ് സുധീഷ് പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിന്നത്. ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയ സുധീഷിന് ആവേശകരമായ വരവേൽപ്പാണ് ലഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട സുധീഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഒട്ടേറെ പരിമിതികളിലൂടെയാണ് ആദിവാസി സമൂഹം കടന്നു പോകുന്നതെന്നും തന്റെ കോളനിയിലടക്കം നല്ല റോഡുകളുടെയും വീടുകളുടെയും അപര്യാപ്തത ഉണ്ടെന്നും ഇതെല്ലാം പരിഹരിക്കാൻ ക്രിയാത്മകമായി താൻ ഇടപെടുമെന്നും സുധീഷ് ന്യൂ ഇന്ത്യ വിഷനോട് പറഞ്ഞു. പിന്നോക്ക വിഭാഗക്ഷേമത്തിനായി ഒട്ടേറെ സർക്കാർ പദ്ധതികളുണ്ടെങ്കിലും അതിൽ പലതും അടിത്തട്ടിലേക്ക് എത്തുന്നില്ല എന്നും അതാണ് പരിഹരിക്കപ്പെടേണ്ടതെന്നും സുധീഷ് കൂട്ടിച്ചേർത്തു. അവരുടെ ആവശ്യം അത്യാവശ്യം എന്ന് പറഞ്ഞ ഒരു റോഡും പിന്നെ ഒരു പാലമാണ്. അതെങ്ങനെ എന്നെ കൊണ്ട് കഴിയും എന്തായാലും അത് കൊണ്ടുവരാൻ അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. കാരണം ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും അത്യാവശ്യം കേസ് വന്നാൽ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ ഒരു 10-15 കിലോമീറ്റർ താണ്ടി വരണം കാട്ടിനുള്ളിൽ നിന്ന്. ചിലവർക്ക് വീടിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് ഞാനടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും ചെയ്തു കൊടുക്കും. എന്തായാലും നീ വിജയിക്കുന്നു പറഞ്ഞിട്ട് എല്ലാവരും വോട്ട് ചെയ്ത് എന്തായാലും വിജയിക്കുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ വാക്കുകൾ പാലിച്ചു. ഇനി ഞാൻ കൊടുത്ത വാക്കുണ്ട്, നിങ്ങൾ എന്തൊരു ആവശ്യത്തിന് ഞാൻ നിങ്ങൾ കൂടെ ഉണ്ടാവണം. അതെന്തായാലും ഞാൻ പോലെ കൂടെ ഉണ്ടാവും. അത് ഏത് നേരമായാലും എപ്പോഴാണെങ്കിലും. മകന് ഇത്തരമൊരു അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പാവപ്പെട്ടവരുടെ വിഷമങ്ങൾ പരിഹരിക്കാൻ ആവുന്നത് ചെയ്യാൻ അവന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പിതാവ് ചൊടിയൻ മൂപ്പൻ പറഞ്ഞു. എല്ലാവർക്കും നല്ല സന്തോഷം. ഏട്ടന്മാർക്കും അനിയന്മാർക്കും പെങ്ങന്മാർക്കും എല്ലാവർക്കും അച്ഛനെല്ലാം പിന്നെ അവിടെ ഉള്ള കുടുംബങ്ങൾ ഒക്കെ ഒരേ കുടുംബമാണ്. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം.
പുരോഗമനപരവും ദീർഘവീക്ഷണാത്മകവുമായ പദ്ധതികളാണ് ഇടത് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നും അതിനുള്ള പൊതു സ്വീകാര്യതയുടെ തെളിവാണ് ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നും ഇത്തരമൊരു ജനപ്രതിനിധി ഉയർന്നു വന്നത് എന്നും ആദിവാസി ക്ഷേമസമിതി ഏരിയ കമ്മിറ്റി അംഗം ജോൺ ന്യൂ ഇന്ത്യ വിഷനോട് പറഞ്ഞു. എല്ലാ ആദിവാസി മേഖലയിലും പണ്ടത്തെ പോലെയല്ല. അവരിപ്പോൾ വെറും ആദിവാസികളല്ല, നമ്മളെപ്പോലെ സ്വതന്ത്രരായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും രാഷ്ട്രീയമായിട്ടും അവരിപ്പോൾ മേൽക്കൈ നേടിക്കഴിഞ്ഞു. അതിനൊക്കെ പ്രചോദനമായിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുള്ള ഈ വികസനം തന്നെയാണ്. അതിനെ ആർക്കും മാറ്റിവെക്കാൻ സാധ്യമല്ല. കാലം മാറുകയാണെന്നും അധികാരത്തിന്റെ വഴികളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവർ വികസന പാതയിലൂടെ കടന്നുവരുമെന്നും ജനാധിപത്യത്തിന്റെ വിജയമാണിതെന്നും പൊതുപ്രവർത്തകനായ CG ഉണ്ണി പറഞ്ഞു. ഈ വിഭാഗങ്ങൾ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു കേട്ടുകേൾവി പോലും എവിടെ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു ജനപ്രതിനിധി രാജ്യത്തുണ്ടായത്. അത് സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലും സർക്കാരിനെ താങ്ങി നിൽക്കുന്ന CPM പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങളുടെയും ഭാഗമായിട്ട് ഇത് കാണാൻ കഴിയുള്ളൂ. വഴിക്കടവ് ഉൾവനത്തിലെ പുഞ്ചക്കൊല്ലി അളക്കൽ കോളനിയിൽ നിന്നും LDF പ്രതിനിധിയായി വിജയിച്ചെത്തിയ സുധീഷ് എന്ന ചെറുപ്പക്കാരൻ മാറുന്ന കേരളത്തിന്റെ ആവേശകരമായ കാഴ്ചയാണ്. You're watching New India Vision.